പ്രിയ സ്നേഹിതരെ, നമസ്കാരം. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. എല്ലാ വർഷവും ജൂൺ 26 നാം ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാറുണ്ട്. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം മൂലം സമൂഹത്തിലും വ്യക്തി ജീവിതത്തിലും ഉണ്ടാകുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ, പ്രത്യേകിച്ച് യുവാക്കളിലും കൗമാരക്കാരിലും ബോധവൽക്കരണം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ 1987 ഐക്യരാഷ്ട്ര പൊതുസഭയാണ് ലഹരി വിരുദ്ധ ദിനാചരണം പ്രഖ്യാപിച്ചത്. നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ വിപത്താണ് ലഹരി. പല രൂപങ്ങളിൽ സുലഭമായി മയക്കുമരുന്നുകൾ ഇന്ന് ആവശ്യക്കാരുടെ കൈകളിലെത്തുന്നു. മദ്യം ഗവൺമെന്റുകൾ തന്നെ പല സംവിധാനങ്ങളിലൂടെ വിൽക്കുമ്പോൾ MDMA പോലുള്ള മാരക രാസലഹരികൾ അനധികൃതമായി വിൽപ്പന നടത്തുന്നു. ഇന്ന് വേഗത്തിൽ പണമുണ്ടാക്കാനുള്ള മാർഗം കൂടിയായി മാറി മയക്കുമരുന്നുകളുടെ വിതരണം. ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയതിനു ശേഷം കേരളത്തിൽ കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള മയക്കുമരുന്നുകളാണ് പിടിച്ചെടുത്ത് നശിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇനിയും നിയമത്തിന്റെ കണ്ണിൽ എത്തിപ്പെടാനുള്ളത് എത്രമാത്രമായിരിക്കും? ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘങ്ങളുടെ കണ്ണികൾ കേരളത്തിലും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കുട്ടികളെയും യുവാക്കളെയുമാണ് ഇവർ ലക്ഷ്യമിടുന്നത്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഇന്നിവ ലഭ്യമാണ്. ചില ആഹാര സാധനങ്ങളിൽ കലർത്തിയുമൊക്കെ ഇവ ഉപയോഗിക്കാനുള്ള പ്രേരണ നൽകുന്നു. ഇത് തിരിച്ചറിയാൻ കഴിയാത്ത പല കുട്ടികളും ലഹരിക്ക് അടിമകളായി മാറുന്നു. യുവാക്കളും ടീനേജ് പ്രായക്കാരും അവരുടെ പഠനത്തിലെ പ്രയാസങ്ങൾ, സ്ട്രെസ്, ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ കാരണം മാനസിക സംഘർഷം അനുഭവിക്കുന്നവരാണ്. അതിൽ നിന്ന് എങ്ങനെ ആശ്വാസം കണ്ടെത്താം എന്ന അന്വേഷണം അവരെ ലഹരി വസ്തുക്കളിലേക്ക് എത്തിക്കുന്നു. ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ അല്ലെങ്കിൽ കൗതുകത്തിന് ആരംഭിക്കുന്ന ലഹരി ഉപയോഗം ജീവിതങ്ങളെ നാശത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്നു. ഗവൺമെന്റുകളുടെ അറിവോടും അനുമതിയോടും വിതരണം ചെയ്യുന്ന മദ്യത്തിനടിമയായ ഒരാൾ മദ്യലഹരിയിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ നാം കാണുന്നതാണ്. തെരുവോരങ്ങളിൽ ബോധരഹിതരായി കിടക്കുന്നവരെ നാം കാണുന്നു. ബസ് സ്റ്റാൻഡുകളിലും മറ്റു പൊതു ഇടങ്ങളിലും ജനത്തെ ബുദ്ധിമുട്ടിക്കുന്നവർ, വീടുകളിൽ കലഹമുണ്ടാക്കുന്നവർ, മദ്യപാനത്തെ തുടർന്നുണ്ടാകുന്ന അടിപിടികൾ, അക്രമങ്ങൾ, കൊലപാതകം വരെ ചെയ്യാൻ ആളുകൾ തയ്യാറാകുന്നു. അനുവദിച്ചിട്ടുള്ള മദ്യം ഇത്രയൊക്കെ നാശമുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉൽപ്പാദിപ്പിക്കുവാനും വാങ്ങുവാനും വിൽക്കുവാനും അനുമതിയില്ലാത്ത മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവർ എത്ര പ്രാകൃതവും ക്രൂരവും പൈശാചികവുമായും ആയിരിക്കും പെരുമാറുക. കേരള പോലീസിന്റെ മാത്രം ക്രൈം റെക്കോർഡുകൾ പരിശോധിച്ചാൽ നൂറുകണക്കിന് കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, പീഡനങ്ങൾ, സംഘട്ടനങ്ങൾ എന്നിവയൊക്കെ നടക്കുന്നതിന്റെ അടിസ്ഥാന കാരണം രാസലഹരികളുടെയും കഞ്ചാവ് പോലെയുള്ള മയക്കുമരുന്നിന്റെയും ഉപയോഗം തന്നെയാണെന്ന് മനസ്സിലാക്കാം. ലഹരി വസ്തുക്കളെ ഈ മണ്ണിൽ നിന്ന് തുടച്ചു മാറ്റിയേ പറ്റൂ. നമുക്ക് ആരോഗ്യമുള്ള ഒരു പുതുതലമുറ വേണം. ഇളം തലമുറ നശിച്ചാൽ നാട് തന്നെ നശിച്ചു പോകും. അതിനാൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ കുട്ടികളെ, കൗമാരക്കാരെ, യുവാക്കളെ, അച്ഛനമ്മമാരെ, ലഹരി നമുക്ക് വേണ്ട എന്നൊരു തീരുമാനമെടുക്കാമോ? സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു ലൈഫ്. ലഹരിയോട് വിട പറയുക, ജീവിതത്തോട് അതേ എന്ന് പറയുക എന്നതാകണം നമ്മുടെ മുദ്രാവാക്യം. ലഹരിക്ക് പകരമായി സ്പോർട്സ്, കല, വായന, മറ്റ് സർഗാത്മക വിനോദങ്ങൾ എന്നിവയിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. യുവാക്കൾ സുഹൃത്തുക്കളുമായും വീട്ടുകാരുമായി ചേർന്ന് നല്ല നല്ല യാത്രകൾ ചെയ്യൂ. കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കൂ. അങ്ങനെ ജീവിതത്തെ ഒരു ലഹരിയാക്കി മാറ്റൂ. ഇനി ലഹരിക്ക് അടിമകളായ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ അവരോട് ഒരു വാക്ക്: താങ്കൾ എത്ര വലിയ ലഹരിക്ക് അടിമയാണെങ്കിലും രക്ഷപ്പെടാൻ കഴിയും. കേരളത്തിൽ ഗവൺമെന്റ് നേതൃത്വം നൽകുന്ന വിമുക്തി എന്ന പ്രസ്ഥാനത്തിന്റെ ചുമതലയിൽ പ്രവർത്തിക്കുന്ന ഡി അഡിക്ഷൻ സെന്ററുകൾ, അതായത് ലഹരി വിമോചന കേന്ദ്രങ്ങളുണ്ട്. കൂടാതെ നൂറുകണക്കിന് സ്വകാര്യ ലഹരി വിമോചന കേന്ദ്രങ്ങളും ഉണ്ട്. നമുക്ക് താങ്ങാവുന്ന ചിലവിൽ തന്നെ അവിടങ്ങളിൽ താമസിച്ചുള്ള ചികിത്സയും കൗൺസിലിംഗും ലഭിക്കും. നമുക്ക് ഒരു രോഗം വന്നാൽ നാം ചികിത്സിച്ച് ഭേദമാക്കാൻ ശ്രമിക്കും. അത് മാരക രോഗങ്ങളാണെങ്കിൽ കിടപ്പാടം വിറ്റുപോലും നാം ചികിത്സ തേടും. പ്രിയമുള്ളവരെ, ലഹരി ആസക്തി ഒരു രോഗമാണ്. അത് ചികിത്സിച്ച് തന്നെ മാറ്റിയെടുക്കണം. അതിനുവേണ്ടി നിങ്ങൾ ചെലവാക്കുന്ന പണം, സമയം എന്നിവ ഒരിക്കലും നഷ്ടമാകില്ല. നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾ തിരികെ നേടുന്നത്. ലഹരി കീഴ്പ്പെടുത്തിയ അവസ്ഥയിൽ നിന്നും വിമോചനം നേടി തിരികെ വന്ന നൂറുകണക്കിന് ജീവിതങ്ങളെയും അവരുടെ ജീവിതത്തിലെ വർണ്ണിക്കാനാകാത്ത സന്തോഷവും നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ, ഇപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിനാൽ നിങ്ങളോ നിങ്ങളുടെ രക്ഷിതാക്കളോ സഹോദരങ്ങളോ സുഹൃത്തുക്കളോ ആരുമായിക്കൊള്ളട്ടെ, രക്ഷ നേടാനുള്ള അവസരം അവസാനിച്ചിട്ടില്ല. എത്രയും വേഗം ലഹരി എന്ന നീരാളിയുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് വരൂ. ജീവിതത്തെ രക്ഷിക്കൂ.
ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ സന്ദേശം ഇവിടെ ഉപസംഹരിക്കുന്നു. ജീവിതമതൊന്നു മാത്രം ഓർമ്മ വേണം മക്കളെ, ലഹരി എന്നാൽ മരണമെന്ന് ഓർമ്മ വേണം മക്കളെ. അമ്മയെ മറന്നിടാതെ, അച്ഛനെ മറന്നിടാതെ, ജീവിതത്തെ ലഹരിയാക്കും ജീവിതമതായിടട്ടെ. ലഹരി എന്ന മാരണത്തെ തൊട്ടിടാത്ത ശീലമത് നല്ല പോലെ ജീവിത